സുഖാവ് നേരം കണാറിന്റെ മകൾ നാണിയിറക്കി പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ദീപശിഖ ജാഥ ലീഡറുമായ സുഖാവ് KK മുഹമ്മദിനെ ഏൽപ്പിച്ചു കൊടുത്ത ദീപശിഖ അത് അത്ലറ്റുകൾക്ക് കൈമാറി നൂറുകണക്കിന് അത്ലറ്റുകൾ കൈമാറി ദീപശിഖ ഗാവലിക ഈ വഴിക്കാരുടെ സാക്ഷി നിർത്തിക്കൊണ്ട് പാർട്ടി നേതാക്കളും പ്രവർത്തകരും നൽകിയ വ്യക്തിവാക്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ദീപശിഖ ഗാവലിക ഈ വാഹനത്തിന് തൊട്ട് പുറകിലായി ഈ വഴി കടന്നു വരികയാണ്. ഏതാനും സമയങ്ങൾക്കകം അടികര നാരായണനഗറിൽ സുഖാവ് കോടിയേരി മഹാനിമിഷം നടത്തി ദീപശിഖ തെളിയുന്നതോടുകൂടി സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വെണ്ണമറ്റ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ത്യയിലെ മണ്ണിന്റെ മക്കളുടെ പ്രസ്ഥാനമായി മാറിയ സംസ്ഥാനം CPIM 24ാമത് പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള കോഴിക്കോട് ജില്ലാ സമ്മേളനം ഈർപ്പിന്റെ കുത്തുകൊണ്ട് ഞങ്ങളുടെ ആർദ്രത കൊണ്ടും പോരാട്ടങ്ങൾ കൊണ്ടും പടുത്തുയർത്തിയ ചെങ്കൊടി പ്രസ്ഥാനം CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനം ജനുവരി 29, 30, 31 തീയതികൾ നിരവധി ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് വീരചരിച്ച് ഒഞ്ചിയം രക്തസാക്ഷി സ്ക്വയറിൽ നിന്നും പ്രയാണം ആരംഭിച്ച CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് KK മുഹമ്മദ് നയിക്കുന്ന നിരവധി അത്ലറ്റുകൾ കൈമാറിക്കൊണ്ടുള്ള ദേശീയ ജാഥ വിവിധ വഴികളിൽ സമുജ്വലമായ സ്വീകരണങ്ങൾ ഫോട്ടോ തന്നെ കേട്ടാ ഇടയ്ക്കല്ലേ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടവും വർഗീയ വിരുദ്ധ പോരാട്ടവും ശക്തിപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സജ്ജമാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയുടെ ക്ഷണിക്കുകയാണ്. ജിന്ദാബാദ്
ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് ജില്ലാ സമ്മേളനം സിന്ദാബാദ് ജില്ലാ സമ്മേളനം സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തപതാക സിന്ദാബാദ് രക്തപതാക സിന്ദാബാദ് രക്തപതാക സിപിഐഎം സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് ജില്ലാ സമ്മേളനം സിന്ദാബാദ് ജില്ലാ സമ്മേളനം സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ്. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. കേരളത്തിലാണെങ്കിൽ ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസിന്റെ ഘട്ടത്തിൽ ഉള്ള ഒരു പ്രത്യേകത, നമ്മുടെ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ തുടർച്ചയായി 8.5 വർഷം അതിന്റെ ഭരണവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ അന്ന് നമ്മളെല്ലാം പറഞ്ഞത്, നമ്മുടെ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ ചരിത്രത്തിലാദ്യമായി തുടർ ഭരണം 5.5 വർഷം തുടർച്ചയായി ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണെങ്കിൽ, 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നമ്മൾ പറയുന്നു നമ്മുടെ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ തുടർച്ചയായി 8.5 വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് ഭരണം നടത്തുന്നു. 25ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ 3 വർഷം കഴിഞ്ഞ് നമ്മൾ പറയുക, നമ്മുടെ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ ചരിത്രത്തിലാദ്യമായി 11.5 വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർക്കാരുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതെന്തെങ്കിലും അഹങ്കാരം കൊണ്ടോ അധികാരത്തിന്റെ ഭാഗമായുള്ള താൻ പ്രമാണിത്വം കൊണ്ടോ അല്ല നമ്മുടെ പാർട്ടി പറയുന്നത്. ജനങ്ങൾക്കിടയിൽ ഇടപെടുന്ന, ജനങ്ങൾക്കിടയിൽ ജലത്തിലെ മത്സ്യത്തെ പോലെ ഇടപെടുന്ന സഖാക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ അനുഭവത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. നമ്മുടെ പാർട്ടി നയിക്കുന്ന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും എല്ലാ നിലയിലും ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. എന്നാൽ തുടർ ഭരണത്തെ അംഗീകരിക്കാത്ത വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ എല്ലാ നിലയിലും നമ്മുടെ ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ, അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാർട്ടിയെ എല്ലാ നിലയിലും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.